പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായും CPM-ഉമായോ യാതൊരു സഖ്യത്തിനുമില്ലെന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി. ഇതോടെ ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീണ് കഴിഞ്ഞുവെന്ന് സാരം. പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കാനുള്ള നീക്കത്തിന് ആദ്യം താല്പര്യം കാണിക്കാതിരുന്നത് മമതാ ബാനർജി ആണെന്ന് ഉള്ളത് വ്യക്തമാണ്. ശക്തവും വ്യക്തവുമായ നിലപാടുകൾ, അതാണ് മമതാ ബാനർജിയെ മറ്റു നേതാക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തയാക്കുന്നത്. രാഷ്ട്രീയ ശത്രുക്കളെ ചാട്ടവർനാവ് കൊണ്ട് ശക്തമായി പ്രഹരിക്കുന്ന പോരാളി. അതേസമയം തന്നെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരികളിലും സംഗീതത്തിലും സ്വയം മറക്കുന്ന സൗഹൃദയ. ഒരു വശത്ത് തെരുവിൽ വാക്കുകൾ കൊണ്ട് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ജനനേതാവ്, മറുവശത്ത് ഗൗരവകാരിയായ മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ ആരാണ് മമത? പശ്ചിമ ബംഗാളിന്റെ പര്യായമായി എങ്ങനെയാണ് മമത വളർന്നത്? അത് അറിയണമെങ്കിൽ 33 വർഷം പിറകിലേക്ക് പോവണം. CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ തുടർ ഭരണത്തിലായിരുന്ന പശ്ചിമ ബംഗാളിൽ നിരന്തരമായി സമരരംഗത്തുണ്ടായിരുന്ന മമതാ ബാനർജി എന്ന കോൺഗ്രസ് പോരാളി എങ്ങനെ ബംഗാളിന്റെ ഹൃദയത്തിൽ ദീദിയായി മാറി? ഒരുപക്ഷെ കേവലം ഒരു വീട്ടമ്മയോ സർക്കാർ ജീവനക്കാരിയോ ഒക്കെയായി മാറിയേക്കാമായിരുന്ന ഒരു ജീവിത സാഹചര്യം മാത്രമായിരുന്നു മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നത്. കൽക്കത്തയിലെ കാളിഘട്ടിൽ 1955 ജനുവരി 5-നാണ് മമതാ ബാനർജി ജനിച്ചത്. രാഷ്ട്രീയ പാരമ്പര്യം തീരെയില്ലാതിരുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു മമത. എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. വെറും അനുഭാവിയായി മാറി നിൽക്കാനൊന്നും മമതാ ബാനർജി എന്ന യുവ പോരാളി തയ്യാറായിരുന്നില്ല. കോൺഗ്രസിന് അത്രയൊന്നും വേരുകളുള്ള ഇടമായിരുന്നില്ല കൽക്കത്ത. എന്നാൽ അതൊന്നും മമതാ ബാനർജിയെ ബാധിച്ചതേയില്ല. മമതാ ബാനർജി എന്ന ജനനേതാവിനെ ഇന്ത്യൻ ജനത ആദ്യം അടയാളപ്പെടുത്തുന്നത് 1975 മുതലാണ്. സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണനോടുള്ള ഒരു യുവ കോൺഗ്രസ് പ്രവർത്തകയുടെ വ്യത്യസ്തമായ പ്രതിഷേധമാണ് മമതയെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. JP-യുടെ കാറിന്റെ ബോണറ്റിൽ നിന്ന് മമത സ്വയം മറന്ന് നൃത്തം ചെയ്ത് പ്രതിഷേധിച്ചത് അന്നത്തെ മാധ്യമങ്ങൾ ആഘോഷമാക്കിയിരുന്നു. ഇതോടെ ശ്രദ്ധിക്കപ്പെട്ട മമതയോട് ജനങ്ങൾക്ക് മമത തോന്നി തുടങ്ങുന്നത് 1984-ൽ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോമനാഥ ചാറ്റർജിയെ അടിയറവ് പറയിച്ചാണ് മമത മുഴുവൻ സമയവും പൊതുപ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിച്ചത്. കോൺഗ്രസ് പ്രവർത്തകയായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും അക്കാലത്ത് പോലും ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നതിൽ കവിഞ്ഞ് പാർട്ടിക്ക് അപ്പുറം ബംഗാളിന് മമത മുഖ്യ പരിഗണന നൽകിയിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റ് അംഗമായ മമതയെ രാജീവ് ഗാന്ധി മരണം വരെ രക്ഷിതാവ് ആയാണ് കണ്ടത്. 1997-ൽ മമത കോൺഗ്രസിനെ ഉപേക്ഷിക്കുമ്പോൾ രൂക്ഷമായി തന്നെ പ്രതികരിച്ചത്. കോൺഗ്രസ് CPM-ന്റെ ശിങ്കിടിയായി മാറിയെന്നായിരുന്നു മമതയുടെ വിമർശനം. കോൺഗ്രസിന് എതിരെ ഉന്നയിച്ച പല പരാതികളിൽ ഒന്ന് മാത്രമായിരുന്നു അത്. പാർട്ടി നേതൃത്വത്തിന് വഴങ്ങുന്ന അനുസരണയുള്ള ഒരു പ്രവർത്തകയാകാൻ മമതയ്ക്ക് കഴിയുമായിരുന്നില്ല. 1998 ജനുവരി 1-നാണ് കോൺഗ്രസിൽ നിന്ന് വേറിട്ട ശേഷം മമത തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. പാർട്ടി രൂപീകരിച്ചതിനു ശേഷം 1999-ൽ BJP നയിക്കുന്ന NDA-ലേക്ക് പ്രവേശിച്ച മമതയുടെ മതേതര പ്രതിച്ഛായം ചോദ്യം ചെയ്യപ്പെട്ടു. താൻ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുത്തുകയാണെന്ന കൃത്യമായ ധാരണയോടെയാണ് NDA-ലേക്ക് നീങ്ങിയത്. 2000-ൽ കൊൽക്കത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചതോടെ ആ പാർട്ടിയും നേതാവും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒഴിവാക്കാൻ പറ്റാത്ത അധ്യായമായി അടയാളപ്പെട്ടു. തന്റെ മുന്നിൽ എത്തുന്ന കല്ലേറിനെ എല്ലാ അവസരങ്ങളിലേക്കും പ്രയോജനപ്പെടുത്തുന്ന മമതയുടെ പദ്ധതി പകരം വെക്കാൻ പറ്റാത്തതാണ്. 1991-ൽ CPIM പ്രവർത്തകനായ ലാലു ആലം എന്ന ആൾ ക്രൂരമായി ആക്രമിച്ചപ്പോഴും ജ്യോതി ബസുവിന് എതിരായ പ്രതിഷേധത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് റൈറ്റേഴ്സ് ബ്ലോക്കിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും ഈ പ്രഹരങ്ങളെ സാധ്യതയാക്കി മാറ്റിയ മമതയെ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടു. ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും ദുർഘടപാതകൾ പിന്തുടർന്ന് പശ്ചിമ ബംഗാളിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി പദം വരെയുള്ള യാത്രയുടെ തുടക്കമായിരുന്നു അത്. നന്ദിഗ്രാമിലും സിംഗൂരിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർക്ക് രാഷ്ട്രീയമായും വൈകാരികമായുള്ള പിന്തുണ അർപ്പിച്ചാണ് മമത ദീദിയായി മാറിയത്. സിംഗൂരിൽ 25 ദിവസത്തോളം ജലപാനം ഇല്ലാതെ മമത കുടിയിറക്കപ്പെട്ട കർഷകർക്കൊപ്പം ഇരുന്നു. സിംഗൂരിനായി ബാധിച്ച തപ്സി മാലിക് എന്ന 16-കാരിയുടെ കൊലപാതകം ഉണ്ടാക്കിയ ഞെട്ടൽ പകർന്ന തീയാണ് മമതയെ സമരമുഖത്ത് നിലനിർത്തിയത്. സ്വയം നേതാവായി വളരുക മാത്രമല്ല, താൻ നയിക്കേണ്ട ജനതയെ കൂടി രൂപപ്പെടുത്തിയ നേതാവെന്ന നിലയിലാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും മമതയെ കണ്ടത്. ഓരോ ചരിത്ര സംഭവങ്ങളിലും ഉണർന്ന ജനവികാരത്തെ ക്രോഡീകരിച്ച് പരുവപ്പെടുത്തിക്കൊണ്ടാണ് മമത തന്റെ ജനതയെ വിഭാവനം ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി മമത നേതാവും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ഇന്ത്യൻ ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഇടപെടലാണ് മമതയെ വ്യത്യസ്തയാക്കിയത്.
സ്വന്തം നിലനിൽപ്പിനായി കോൺഗ്രസ് ഉപേക്ഷിച്ച് പിന്നീട് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി എത്തുന്ന രാഷ്ട്രീയക്കാരെ പോലെയായിരുന്നില്ല മമത. ബംഗാളിന് വേണ്ടിയാണ് താൻ കോൺഗ്രസിനെയും BJPയെയും ഉപേക്ഷിച്ചതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരന്തരം വിമർശിച്ചുകൊണ്ടേയിരുന്നു. ബുദ്ധിയും ധീരതയും ഉള്ള നേതാവാണ് മമതയെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ലളിത ജീവിതവും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഉള്ള താല്പര്യവും മമതയുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായിരുന്നു. മമതയുടെ പെയിന്റിങ്ങുകൾ കോടിക്കണക്കിന് വിലയ്ക്കാണ് വിറ്റുപോയത്. മമത എഴുതുന്ന കവിതകൾക്കായും വളരെ കൗതുകത്തോടെയാണ് രാജ്യം നോക്കി നിന്നിട്ടുള്ളത്. അമ്മയുടേത് പോലുള്ള കരുതലും സൗമ്യതയും ഉള്ള നേതാവെന്ന കാറ്റഗറിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ആരെയും വെല്ലുവിളിക്കുന്ന അഹങ്കാരമുള്ള വനിതാ നേതാവാണ് മമത.